ഈ വീടുകളെല്ലാം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. വലിയ ഒരു ദുരന്ത കാഴ്ചയാണ് ഈ തൃപ്പൂണിത്തുറ തെക്കും ഭാഗത്തു നിന്നും ഇപ്പോൾ കാണുന്നത്. വീടുകളിലെ ജലച്ചില്ലകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. കതക് നശിച്ച അവസ്ഥയിൽ വീടിന്റെ മേൽക്കൂര നശിച്ചിരിക്കുന്നു. എന്തായാലും വീട് താമസിക്കാൻ കഴിയാത്ത അത്ര രീതിയിലേക്കുള്ള നാശനഷ്ടങ്ങളാണ് ഓരോ വീടുകൾക്കും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും JCB അടക്കമുള്ള വാഹനങ്ങൾ എത്തി ഈ സ്ഥലത്തുള്ള ഈ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഈ മരങ്ങളടക്കം വീണിട്ടുണ്ട്, അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഈ സമീപത്തുള്ളൊരു കാറ്, ഒരു സ്വിഫ്റ്റ് കാറ് പൂർണ്ണമായും നശിച്ച ഒരു രീതിയിലാണ്. എന്തായാലും ഈ കാറിന്റെ ഉടമസ്ഥനെ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണമെല്ലാം ഇവിടെ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്ഫോടനമുണ്ടായത് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്തായാലും ലൈസൻസ് ഇല്ലാതെയാണ് ഈ പടക്ക സൂക്ഷിക്കുന്ന ഈ സംഭരണശാല ഇവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാ വർഷവും ഇത് സ്ഥിരമായിട്ടുള്ള ഒരു പടക്കശാല അല്ല. ഇത് എല്ലാ വർഷവും ഈ അമ്പലത്തിന്റെ ഭാഗമായി, അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി മാത്രം ഒരുക്കുന്ന കരയോഗത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനമുണ്ടായത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ഒരാൾ മരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഇതിന്റെ ഈ പടക്കശാലയിലെ തന്നെ ജീവനക്കാരനാണ് മരിച്ചിരിക്കുന്നത്. 16ഓളം പേർ ആശുപത്രിയിലാണ്. അതിലൊരാളുടെ നില ഗുരുതരമാണ്. തൃപ്പൂണിത്തുറ ആശുപത്രിയിലും മെഡിക്കൽ ട്രസ്റ്റിലും അടക്കം, കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അടക്കമൊക്കെ ഇവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെല്ലാം വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരാൾ മരിക്കുകയും ചെയ്തു. തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 16ഓളം പേർ ആശുപത്രിയിലാണ്. അതിൽ ഈ വീടിന്, അതായത് ഈ പടക്കശാലയ്ക്ക് തൊട്ട് സമീപത്തുള്ള വീട്ടിലെ ഒരു കുഞ്ഞും അമ്മയും ഉണ്ട്. അതിൽ അമ്മയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുകളുണ്ട്. ക്ഷമിക്കട്ടെ, ഗുരുതരമല്ല, ചെറിയ രീതിയിലുള്ളൊരു പരിക്കുകളുണ്ട്. അത് ഈ ജനൽച്ചില്ല തെറിച്ച് ശരീരത്തേക്ക് കുത്തി കയറിയതിൻ്റെ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള പരിക്കുകളാണ്. അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി സമീപ പ്രദേശത്തുള്ളവരെല്ലാം, വീട്ടുകാരെല്ലാം ഓടിയതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. എന്തായാലും വീടുകളെല്ലാം പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരും സേഫാണ്. അവർക്ക് മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സംഭവം അറിഞ്ഞ ആഘാതത്തിലാണ്, ഈ ഒരു സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്നും ഇവരാരും മാറിയിട്ടില്ല. അത്ര വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ഇത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. എത്ര വലിയൊരു ആഘാതമാണ് ഉണ്ടായതെന്ന്. സമീപത്തെ വീടുകളിലെ കാറുകളെല്ലാം നശിച്ചൊരവസ്ഥയിലേക്കാണ്. അത്ര വലിയ ആഘാതമാണ് ഈ വീടുകളിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പടക്ക സൂക്ഷിച്ചിരുന്ന ഈ ശാല പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ബാക്കിയായിട്ട് ഉള്ളത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. ട്രാവലറിലേക്ക് കയറ്റുന്നതിനിടയിലാണ് ഉഗ്രമായിട്ടുള്ള ഒരു സ്ഫോടനം ഉണ്ടാവുകയും 16ഓളം പേർക്ക് പരിക്കേൽക്കുകയും അതിലൊരാൾ മരിക്കുകയും ചെയ്തത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഭവ്യ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വലിയ കെട്ടിടം പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. വീടിന്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വീടിന്റെ പുറകുവശം പൂർണ്ണമായും നശിച്ചു. വീടിന്റെ സ്റ്റെയർ കേസാണ്, അതൊക്കെ നശിച്ച ഒരു അവസ്ഥയിലേക്കാണ്. മേൽക്കൂര അടക്കം തകർന്നിരിക്കുന്നു. വീടുകളിൽ ഇനി താമസിക്കാൻ കഴിയാത്ത അത്ര കേടുപാടുകളാണ് ഈ പടക്കശാലയ്ക്ക് സമീപത്തുള്ള വീടുകൾക്കെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഈ വീട്ടിലെ, നമ്മുടെ ഈ ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിലെ ഒരു സ്ത്രീക്കാണ് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ അവർ പെട്ടെന്ന് സംരക്ഷിച്ചു പിടിച്ചതുകൊണ്ട് കുഞ്ഞിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അത് വളരെ ആശ്വാസകരമാണ്. എങ്കിൽ പോലും വലിയൊരു നാശനഷ്ടമാണ് ആ വീടുകൾക്ക് സംഭവിച്ചത്. എന്തായാലും 11 മണിയോടുകൂടിയാണ് തൃപ്പൂണിത്തുറ തെക്കും ഭാഗത്തിന് സമീപത്തുള്ള പടക്ക കടയിൽ തീ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് വൈകുന്നേരം വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരായിരിക്കുമല്ലോ അല്ലെ ഈ വിവരം വിളിച്ചു പറഞ്ഞത്? അതെ, തീർച്ചയായും ഭവ്യ. അതായത് 11 മണിയോട് കൂടിയാണ് ഒരു ഉഗ്രസ്ഫോടനവും തീയും പുകയും ഉയരുന്നതായി വീടുകാർ കണ്ടത്, ഈ സമീപത്തുള്ളവർ കണ്ടത്. ആ സമയത്ത് തന്നെ വീടുകളിലേക്ക് ജനൽച്ചില്ലകളടക്കം തെറിച്ചു പോകുന്ന വലിയ രീതിയിലുള്ള ശബ്ദം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. ആളുകളെല്ലാം പുറത്തേക്കോടി നോക്കുമ്പോഴാണ് ഈ പടക്ക കട കത്തുന്നതായി ഇവർ കണ്ടത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചു. സമീപത്തുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് ആ സംഭവ സമയത്ത് തന്നെ ഇവിടെ എത്തുകയും തീ അണയ്ക്കുകയും ചെയ്തു. പിന്നീട് ഇവർ
ഈ ശാലയ്ക്കുള്ളിലേക്ക് കയറി. കാരണം ഇവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന്. ആ സമയത്താണ് ഈ ട്രാവലറിനുള്ളിൽ നിന്നും ഒപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ പടക്കശാലയുടെ സമീപ പ്രദേശത്തു നിന്നുമൊക്കെ 16ഓളം പേരെ കണ്ടെത്തിയത്. അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിലൊരാള് മരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ 16 പേരാണ്. ഇതിൽ 10 പേരോളം ഈ കടയിലെ ഈ പടക്കശാലയിലെ തന്നെ ജീവനക്കാരെന്നാണ് പറയുന്നത്. ഇത് ടെൻഡർ വഴിയാണ് ഓരോ വർഷവും ഇവിടെ ഉത്സവത്തിനു വേണ്ടി ഈ പടക്ക സംരക്ഷണം ഈ പടക്ക നിർമ്മാണശാല ഇവിടെ ഒരുക്കുന്നത്. ടെൻഡർ വഴിയാണ്. ഇപ്രാവശ്യം തിരുവനന്തപുരത്തുള്ള ഒരു ഉടമസ്ഥതയിലുള്ള ഒരാൾക്കാണ് ഇപ്രാവശ്യം ടെൻഡർ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരുമായി ഇവിടെ എത്തി ഈ പടക്കങ്ങൾ ഇവിടെ നിർമ്മിച്ച ശേഷം ഇവിടെ നിന്ന് ട്രാവലറിലേക്ക് കയറ്റുന്നതിനിടയിൽ ഉഗ്രമായിട്ടുള്ള ഒരു സ്ഫോടനം ഉണ്ടായത്. ഇതെങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചതെന്ന് ഇനിയും അറിയേണ്ടതുണ്ട്. പോലീസിനെ കാണാം, അവർ മൊഴിയെടുക്കുന്നത് കാണാം, പോലീസിന്റെ അന്വേഷണം, പോലീസ് കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത്? സംഭവം എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടുണ്ടോ നവമി? ഔദ്യോഗികമായി പോലീസ് ഇപ്പോഴും നമ്മളോട് പ്രതികരിക്കുന്നില്ല. കാരണം അവർ ഈ ഒരു പരിശോധന നടത്തുകയാണ്. അവരുടേതായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടത്തുകയാണ്. ഇത് ആരുടെ ഉടമസ്ഥതയിലാണ്, എങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു പടക്ക നിർമ്മാണം സംഭവിക്കുന്നത്, അതോടൊപ്പം തന്നെ ലൈസൻസ് ഇല്ലാതെ ഇത്തരത്തിലൊരു പടക്കം ഇവിടെ നിർമ്മിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് ആശുപത്രിയിലുള്ളത്, സമീപ പ്രദേശത്തെ വീടുകൾക്കുണ്ടായ കേടുപാടുകളെല്ലാം തന്നെ പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഈ തൃപ്പൂണിത്തറയിൽ ഉണ്ടായിരിക്കുന്നത്. പടക്കശാലയ്ക്ക് തീപിടിച്ചിരിക്കുന്നു, പടക്കക്കടയ്ക്ക് തീപിടിച്ചിരിക്കുന്നു. പടക്കങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് ആദ്യമായി ഉയരുന്നത്. കാരണം ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ ഈ ദേവസ്വം വകുപ്പ് ഇവർക്കെതിരെ ഒരു അനുമതി കൊടുത്തിരിക്കുന്നത്? ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇവിടെ ഒരു സ്ഥാപനം വന്നതെന്ന് അടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. ഭവ്യ, നമുക്കറിയാവുന്നതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു 2 വർഷങ്ങൾക്ക് മുൻപാണ് വരാപ്പുഴയിലും ഇതുപോലെ ഒരു പടക്കക്കടയ്ക്ക് സ്ഫോടനം ഉണ്ടായത്. അവിടെയും ഇത്തരത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു സാഹചര്യം, അവിടെയും മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ളൊരു അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്? കൃത്യമായിട്ടുള്ളൊരു പരിശോധനയില്ല, കൃത്യമായിട്ടുള്ളൊരു നിയമം പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ അടിക്കടിയുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. തൃപ്പൂണിത്തറയിൽ പടക്കപ്പുഴയ്ക്ക് തീപിടിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. പടക്കശാല ജീവനക്കാരനായ വിഷ്ണുവാണ് മരിച്ചത്. 12 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം.